RCBക്കെതിരെ ഇപ്പോൾ സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തിരിക്കുന്നത്. താരം ഇപ്പോൾ 50 അടിച്ചിരിക്കുകയാണ്. സഞ്ജു മാത്രമല്ല ബട്ട്ലറും 50 അടിച്ചിട്ടുണ്ട്. RCB ബൗളേഴ്സിനെ കണക്കിന് കൊടുത്തു. വിമർശകർക്ക് സഞ്ജു ബാറ്റ് കൊണ്ടാണ് മറുപടി കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിൻ്റെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് രാജസ്ഥാനും RCBയുമാണ് നേർക്കുനേർ വന്നത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. RCB ടീമിൽ കോഹ്ലി വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. ഔട്ടാവാതെ 113 റൺസാണ് കോഹ്ലി അടിച്ചുകൂട്ടിയത്. എന്നാൽ സെക്കൻഡ് ബാറ്റിംഗിൽ സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഓപ്പണിംഗിൽ ജയ്സ്വാളും ബട്ട്ലറുമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം ബോളിൽ ജയ്സ്വാൾ ഔട്ടായി. ഇത് രാജസ്ഥാന് തിരിച്ചടിയായിരുന്നു. എന്നാൽ പിന്നീട് വന്നത് സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജുവും ബട്ട്ലറും ചേർന്ന് രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. സാധാരണ ബട്ട്ലർ ഫോം ആകാത്തതാണ്. എന്നാൽ ഇന്ന് ജയ്സ്വാൾ പെട്ടെന്ന് ഔട്ടായപ്പോൾ സഞ്ജുവിനെ ബട്ട്ലർക്ക് കൂട്ടുകിട്ടി. അതുകൊണ്ട് തന്നെ ഇന്ന് ബട്ട്ലർ മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ഒരു ഭാഗത്ത് ബട്ട്ലർ കളിക്കുമ്പോൾ മറുവശത്ത് സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. സഞ്ജു RCB ബൗളേഴ്സിനെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് BCCI പരിഗണിക്കുന്നില്ല. അതിൻ്റെ പ്രതികാരം സഞ്ജു ഇന്ന് കണക്കിന് തീർത്തിട്ടുണ്ട്. സഞ്ജു ഇപ്പോൾ മികച്ചൊരു ക്യാപ്റ്റൻ മാത്രമല്ല, മികച്ചൊരു ബാറ്റ്സ്മാനും കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ ഒറ്റ ഇന്നിങ്സ് മതി സഞ്ജുവിൻ്റെ കഴിവ് എത്രത്തോളമാണെന്ന് തെളിയിക്കാൻ. സഞ്ജു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ T20 വേൾഡ് കപ്പിൽ എത്തുമെന്നത് ഉറപ്പാണ്. നിലവിലിപ്പോൾ സഞ്ജുവും ബട്ട്ലറുമാണ് ക്രീസിലുള്ളത്. RCBയുടെ സ്കോർ രാജസ്ഥാൻ മറികടക്കുമെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ മാച്ച് രാജസ്ഥാൻ ജയിച്ചാൽ ഈ ഒരു IPLലെ അടുപ്പിച്ച് 4 മാച്ച് ജയിക്കുന്ന ടീമായി രാജസ്ഥാൻ മാറും. ഇതുവരെ തോൽവി എന്താണെന്ന് രാജസ്ഥാൻ അറിഞ്ഞിട്ടില്ല. സഞ്ജുവും ബട്ട്ലറും ഫോം ആയതുകൊണ്ട് രാജസ്ഥാൻ ഇന്ന് കളി ജയിക്കാൻ സാധ്യതയുണ്ട്. ഇനി അവരിൽ റിയാൻ പരാഗ് കൂടി ഇറങ്ങാനുണ്ട്. എന്തായാലും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് അവിശ്വസനീയമായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.